الله أكبر الله أكبر. اللهم من أحييته منا فأحيه على الإسلام، ومن توفيته منا فتوفه على الإيمان. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وذكرنا وأنثانا. اللهم اغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വലിയൊരു വിപത്തിൻ്റെ നടുക്കത്തിലാണ് നമ്മുടെ സമൂഹം ഉള്ളത് എന്ന് പറയേണ്ടതില്ലല്ലോ. വലിയൊരു വിപത്തിൽ, ഒരു പരീക്ഷണത്തിൽ നമ്മുടെ സമൂഹത്തിൽ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസികളായ നമുക്ക് ഏറെ ചിന്തിക്കേണ്ടതും ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതും അനിവാര്യമാണ്. ചില പരീക്ഷണങ്ങളും വിപത്തുകളും നമ്മുടെ പരലോകത്തെ ഓർമ്മപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ ജീവിത നിലവാരം, നമ്മുടെ നിലപാട്, നമ്മുടെ വിശ്വാസം, ഇതൊക്കെ പുനർവിചിന്തനം നടത്തുവാനുള്ള ഒരു അവസ്ഥ കൂടിയാണ്. അല്ലാഹുവിൻ്റെ ഭൂമിയിലെ മഹാദൃഷ്ടാന്തങ്ങളിൽ മുഖ്യമായ ഒരു ദൃഷ്ടാന്തമാണ് മലകളും പർവ്വതങ്ങളും. വിശുദ്ധ ഖുർആനിൽ 40-ലധികം സ്ഥലങ്ങളിൽ പർവ്വതത്തെക്കുറിച്ച്, മലകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. അത് അല്ലാഹുവിൻ്റെ ഒരു വലിയ ആയത്തായിട്ട്, അല്ലാഹു വലിയൊരു ദൃഷ്ടാന്തമായിട്ട് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവയ്ക്ക് വ്യത്യസ്തമായ ചുമതലകൾ ഉള്ളതായും അവയ്ക്ക് ചില സവിശേഷതകൾ ഉള്ളതായും അവയ്ക്ക് ചില വൈകാരികതകൾ ഉള്ളതായും ഒക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും അവയുടേതായ ഹയാത്തിൽ, അവയുടേതായ ഒരു ജീവിതത്തിൽ നിലകൊള്ളുന്നവയാണ്. അല്ലാഹുവിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും ഹയാത്തുണ്ട്, ജീവിതമുണ്ട്. പക്ഷെ അതിനൊക്കെയും അതിൻ്റെതായ ജീവിതമാണ്. നമ്മൾ ജീവനുള്ളത്, ജീവനില്ലാത്തത് എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അതൊക്കെ ഒരു തരം ആപേക്ഷികമായ അർത്ഥത്തിലാണ്. അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ എല്ലാത്തിനും അതിൻ്റെതായ അവസ്ഥയിൽ അവയ്ക്ക് ജീവനുണ്ട്. അല്ലാഹുവിൻ്റെ മഖ്ലൂഖാത്തുകൾ, പടപ്പുകൾ അല്ലാഹുവിനെ വാഴ്ത്തുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നവരുണ്ട്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുണ്ട്. നമ്മൾ നിർജീവ വസ്തുക്കൾ എന്ന് വിളിക്കുന്ന പർവ്വതങ്ങളും സമുദ്രങ്ങളും ആകാശവും ഭൂമിയുമൊക്കെ അല്ലാഹുവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അവനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ഒരു വലിയ ദൃഷ്ടാന്തമായിട്ടാണ് പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ ഗാശിയിലെ വചനങ്ങളിൽ അവർ നോക്കുന്നില്ല അല്ലാഹുവിൻ്റെ ആയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് പറഞ്ഞു തുടങ്ങി വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഇലൽ ജിബാലി കൈഫ നുസിബത്. അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെപ്രകാരമാണ് നാട്ടപ്പെട്ടിരിക്കുന്നത്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ പർവ്വതങ്ങളിലേക്ക് നോക്കുവാനും അതിൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്തും അവൻ്റെ വഹ്ദാനിയത്തും മനസ്സിലാക്കുവാൻ വേണ്ടുന്ന ദൃഷ്ടാന്തമുണ്ട് എന്നതാണ് ഈ ആയത്തിലൂടെ അടിമകൾ അല്ലാഹു ക്ഷണിക്കുന്നത്. പല സ്ഥലങ്ങളിൽ പർവ്വതങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ വസിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പർവ്വതങ്ങളെ അല്ലാഹു ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പർവ്വതങ്ങൾ ഏറ്റവും പഴക്കം ചെന്ന സൃഷ്ടികളിൽപ്പെട്ടതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ഫുസ്സിലത്തിൽ പറഞ്ഞു വരവ് അല്ലാഹു തആല പറഞ്ഞു വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ.
ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ആ ഭൂമിയുടെ ഉപരിയിലായി ഉറച്ച പർവ്വതങ്ങളെ നാം സ്ഥാപിച്ചിരിക്കുന്നു. വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫീ 4 അയ്യാം. 4 ദിവസങ്ങളിലായി ആ ഭൂമിയിൽ അള്ളാഹു വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഉപജീവനങ്ങളെ അവിടെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അപ്പോൾ റവാസിയ, പർവ്വതങ്ങളെ റവാസി എന്ന് അല്ലാഹു തആല പരാമർശിച്ചത് കാണാം. ഉറച്ച ഗാഢമായ ഭൂമിയിൽ വളരെ അതിശക്തമായി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെ അല്ലാഹു തആല അങ്ങനെ പ്രത്യേകം പരാമർശിച്ചു. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ ചിന്തിക്കുവാനും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആയാത്തുകളാണ്, അള്ളാഹുവിൻ്റെ കൈപ്പിടിയിലാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അന്ത്യനാളിൽ പർവ്വതങ്ങൾക്ക് സംഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. ഇങ്ങനെ പർവ്വതങ്ങളുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെ, സാഹചര്യങ്ങളെ വിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടുന്നു. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അവൻ്റെ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിൽ മുഖ്യമായൊരു ദൃഷ്ടാന്തമാണ് മലകളും പർവ്വതങ്ങളും. സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളവരൊക്കെയും അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത് നബിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കറിയില്ലേ എന്നാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ വശജറു വദ്ദവാബ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും മറ്റു ജീവജാലങ്ങളും ഒക്കെ വകസീറും മിനന്നാസ്, മനുഷ്യരിൽ ധാരാളം ആളുകൾ, മനുഷ്യരിൽ എല്ലാവരും അല്ല, മനുഷ്യരിലാണ് പരീക്ഷണമുള്ളത്, മനുഷ്യരിൽ ധാരാളം ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മനുഷ്യരല്ലാത്തവർക്കൊക്കെയും മനുഷ്യരിൽ കുറെ ആളുകളും അള്ളാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, മനുഷ്യരിൽ ഒരുപാട് ആളുകൾക്ക് ശിക്ഷ അർഹമായിട്ടുമുണ്ട്. നമുക്ക് സുജൂദിന്റെ കാര്യം പറഞ്ഞ് അതിൽ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ അത്യത്ഭുതങ്ങളായ സൃഷ്ടികൾ അള്ളാഹുവിനെ സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ മനുഷ്യരിലും കുറച്ച് ആളുകളുണ്ട്, എന്നാൽ ഒരുപാട് ആളുകൾ മനുഷ്യരിൽ ശിക്ഷാർഹരായിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമൻ യുഹ്നില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു ആരെയാണോ നിന്ദ്യനാക്കുന്നത് അവനെ ആദരിക്കുവാൻ ആരുമില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഇത് നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ട വചനങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ സൃഷ്ടികളൊക്കെയും അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നു. മനുഷ്യർ സുജൂദ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുജൂദ് ചെയ്യുന്നില്ല? അള്ളാഹുവിന് കീഴ്പ്പെടുന്നില്ല, അവനെ അനുസരിക്കുന്നില്ല. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്. അള്ളാഹു പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷാർഹരാണ് അവിശ്വാസത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം നമിക്കുന്നവരായി തീരണം മനുഷ്യർ എന്ന് അല്ലാഹു തആല ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പർവ്വതങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, പർവ്വതങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്. സൂറത്തുൽ അംബിയായിൽ കാണാം, വസഖർനാ മഅ ദാവൂദ അൽ ജിബാൽ. ദാവൂദ് അലൈഹിസ്സലാമിന് നാം പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി. പർവ്വതങ്ങൾ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന് അനുകൂലമായി കൊണ്ട്, അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തി. യുസബ്ബിഹ്, ആ പർവ്വതങ്ങൾ ദാവൂദ് നബിയോടൊപ്പം തസ്ബീഹ് ചെയ്യും. ദാവൂദ് അലൈഹിസ്സലാം തസ്ബീഹ് ചെയ്യുന്നതിൽ മലകളും ഏറ്റ് തസ്ബീഹ് ചെയ്യും, അള്ളാഹുവിനെ വാഴ്ത്തും. അവർ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ആ മലകളുടെ തസ്ബീഹ് ദാവൂദ് അലൈഹിസ്സലാമിനെ കേൾപ്പിച്ചു കൊടുത്തു. അത് അദ്ദേഹത്തിനുള്ള മുഅ്ജിസത്തായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കേൾക്കാൻ കഴിയില്ല, അവയുടെ തസ്ബീഹ് എങ്ങനെ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ നബിയായ അള്ളാഹുവിൻ്റെ റസൂലായ ദാവൂദ് അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളുടെ തസ്ബീഹ്, അവയുടെ പ്രകീർത്തനങ്ങൾ, അവയുടെ കീർത്തനങ്ങൾ അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ പർവ്വതത്തോട് അല്ലാഹു സംബോധന നടത്തിയെന്നാണ്, യാ ജിബാലു അവ്വിബി മഅ. പർവ്വതങ്ങളെ നിങ്ങൾ ദാവൂദിനൊപ്പം അള്ളാഹുവിലേക്ക് താഴ്മ കാണിക്കുക, അഥവാ അള്ളാഹുവിന് വേണ്ടി സ്തുതി കീർത്തനങ്ങൾ നടത്തുക എന്ന് അല്ലാഹു തആല പർവ്വതങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. പർവ്വതങ്ങളുടെ ഭയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പർവ്വതങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ മഖ്ലൂഖാത്തുകളും, മനുഷ്യ ജിന്നുകൾ ഒഴികെയുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടികളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് ജാഗ്രത പാലിക്കുന്നവരാണ്.
അവരെല്ലാ സമയവും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഭയപ്പെട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്കാണല്ലോ അവതരിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ മനുഷ്യർക്കാണല്ലോ. പക്ഷെ മനുഷ്യർ വിശുദ്ധ ഖുർആനിലെ താക്കീതിൽ കീഴൊതുങ്ങുന്നില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഭയപ്പെടുന്നില്ല. പക്ഷെ ഈ വചനങ്ങളെ എങ്ങാനും അള്ളാഹു പർവ്വതത്തിനാണ് അവതരിപ്പിച്ചു കൊടുത്തിരുന്നതെങ്കിൽ എന്താണ് പർവ്വതത്തിൻ്റെ അവസ്ഥ? അതിഗാഢമായ വസ്തുവാണ്, ശക്തിമത്തായ ഒരു സൃഷ്ടിയാണ്. ഭൂമിയിൽ അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തിയ മലകളും പർവ്വതങ്ങളും അവയുടെ മേലാണ് ഖുർആൻ നിയമമാക്കി കൊടുത്ത് അവതരിപ്പിച്ചതെങ്കിൽ അവയുടെ അവസ്ഥ എന്താണ്? സൂറത്തുൽ ഹശറിലെ 21-ാം അധ്യായത്തിൽ അള്ളാഹു തആല പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അലാ ജബലിൻ, അതൊരു പർവ്വതത്തിന് മുകളിലാണ് നാം അവതരിപ്പിച്ചതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയം നിമിത്തം അത് പൊട്ടിപ്പിളരുമായിരുന്നു. അള്ളാഹുവിനെ പേടിച്ച് അത് ഭയപ്പെട്ട് അത് പൊട്ടിപ്പിളർന്നു പോയേനെ ആ പർവ്വതങ്ങൾ എന്ന് അള്ളാഹു തആല പറയുകയാണ്. അള്ളാഹുവിനെ അവ ഭയപ്പെടുന്നു എന്നാണ്. പക്ഷെ ഇത് പർവ്വതത്തിനല്ല ഇറക്കിയത്. പർവ്വതത്തെക്കാൾ മനസ്സ് കടുത്തുപോയ മനുഷ്യരിലേക്കാണ് ഇത് ഇറക്കപ്പെട്ടത്. അവരിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. അള്ളാഹു തആല പർവ്വതങ്ങളെ കുറിച്ച് പിന്നെയും പറഞ്ഞത് സൂറത്തുൽ അഹ്സാബിൽ 72-ൽ കാണാം. പർവ്വതങ്ങൾ അമാനത്തിന്റെ വിഷയത്തിൽ ഭയപ്പെട്ടു എന്നാണ്. മതനിയമങ്ങൾ, അമാനത്തുകൾ, ഈ ഉത്തരവാദിത്തങ്ങൾ, തക്ലീഫ് അഥവാ ഹലാൽ ഹറാം വിഷയങ്ങൾ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, ശരീഅ നിയമങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തആല കാണിച്ചു കൊടുത്തപ്പോൾ ഇന്ന അഅദിനൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ, അമാനത്തിനെ ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതത്തിനും നാം കാണിച്ചു കൊടുത്തു, അവയുടെ മുമ്പിൽ സമർപ്പിച്ചു. ഏറ്റെടുക്കുവാൻ ഒരുക്കമുണ്ടോ? പക്ഷെ അവയൊക്കെ ചെയ്തത് അള്ളാഹുവിന്റെ മഹത്തായ സൃഷ്ടികൾ. അവർ അവയൊക്കെ അതിനെ വിസമ്മതിക്കുകയും അവരെ കൊണ്ട് കഴിയില്ല, അവർ വിസമ്മതിക്കുകയും അവ ഭയപ്പെടുകയും ചെയ്തതെന്നാണ്. കാരണം അതിലെ നിയമങ്ങൾ എങ്ങാനും ലംഘിക്കപ്പെട്ടാലുള്ള അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് ഈ സൃഷ്ടികൾ പോലും പേടിച്ചു പോയി എന്നാണ്. എന്നാൽ വഹമലഹൽ ഇൻസാൻ, എന്നാൽ ആ നിയമങ്ങൾ ഏറ്റെടുത്തത് മനുഷ്യനാണ്. ഇന്നഹു കാന വലൂമൻ ജഹൂല, മനുഷ്യൻ അങ്ങേയറ്റം അക്രമിയും അവിവേകിയുമായിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ദുനിയാവിൽ വെച്ച് കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലുണ്ട്. മൂസ അല്ലാഹുവിന്റെ കലീമുള്ള, അല്ലാഹുമായി സംസാരിച്ച മഹാപ്രവാചകൻ, തൂർ സീനാ പർവ്വതത്തിന്റെ ഭാഗത്തു നിന്ന് അള്ളാഹുമായി സംസാരിക്കുവാൻ ഭാഗ്യം കിട്ടിയ മൂസ അലൈഹിസ്സലാം, അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ റബ്ബി അരിനി അൻദുർ ഇലൈക്, അള്ളാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചതാ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ, ഈ ലോകത്ത് വെച്ച് ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. അള്ളാഹു നൽകിയ വാഗ്ദാനം പരലോകമാണ്. ഈ നശിച്ചു പോകുന്ന ഈ ലോകത്ത് വെച്ച് ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിനെ കാണുക സാധ്യമല്ല. അത് നാശമടയാത്ത സ്വർഗീയ ഭവനത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് അള്ളാഹു അടിമകൾക്ക് സമ്പൂർണ്ണമായി സംതൃപ്തിയോടെ കാണുവാനുള്ള ഭാഗ്യം വെച്ചിട്ടുള്ളത്. പക്ഷെ മൂസ അലൈഹിസ്സലാമിൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, നീ നോക്കുക, ആ ശക്തിമത്തായ പർവ്വതം അത് അവിടെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിനക്ക് എന്നെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നൂർ, അവന്റെ പ്രകാശം തട്ടിയപ്പോൾ തന്നെ ആ പർവ്വതം തകർന്നുപോയി എന്നാണ്. ആ പർവ്വതം തകർന്നുപോയി, മൂസ അലൈഹിസ്സലാം ബോധക്ഷനായി വീണുവെന്നാണ്. ഇത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ പർവ്വതങ്ങൾക്ക് അവന്റെ പ്രകാശത്തിൽ, അവന്റെ നൂറിൽ അതിശക്തമായ പർവ്വതങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതുപോലെ പർവ്വതങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് പർവ്വതങ്ങൾ കോപിച്ചേക്കാം. അവ മറ്റു സൃഷ്ടികൾക്കുള്ളതുപോലെ അവയ്ക്ക് വൈകാരികതകളുണ്ട്. ആകാശത്തിനും ഭൂമിക്കും പർവ്വതങ്ങൾക്കും വൈകാരികതകളുണ്ട്, അവർക്ക് കോപമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചവരുടെ വിഷയത്തിൽ സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പറയുന്നു, വഖാലു ഇത്തഖദ റഹ്മാൻ വലദ, അവർ അവിശ്വാസികൾ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിച്ചു, വാദിച്ചു, എന്നിട്ട് അവരോട് ആരാധിച്ചു. നസാറാക്കൾ മഹാനായ ഈസാ അലൈഹിസ്സലാമിനെ ദൈവപുത്രനായി അവരോധിച്ചു, അദ്ദേഹത്തെ ആരാധിച്ചു. യഹൂദികൾ ഉസൈർ എന്ന മഹാപ്രവാചകൻ
അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമൃദ്ധനായ ഒരു ദാസൻ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പുത്രനായി അവരോധിക്കുകയും അദ്ദേഹത്തിന് ആരാധനകൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ സന്താനമുണ്ട് എന്ന് അവിശ്വാസികൾ വാദിച്ചു. അവരെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞു, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഗുരുതരമായ ഒരു പാപത്തിലാണ്, ഒരു വ്യാജത്തിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അതിന്റെ ഗൗരവം അള്ളാഹു ഉണർത്തി. തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊട്ടിപ്പിളരാറായിരിക്കുന്നു. വതൻഷഖുൽ അർദു, ഭൂമി വിണ്ടു കീറാറായിരിക്കുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതം തകർന്ന് മലനടിക്കാൻ അത്രമാത്രം മേൽ ഗുരുതരമായിരിക്കുന്നു. പക്ഷെ അവയ്ക്കെല്ലാം ഈ ഒരു കോപമുണ്ട്. അവയെ അല്ലാഹു തആല പിടിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, അവയ്ക്കൊരു നിശ്ചിത അവധി അള്ളാഹു വെച്ചില്ലായിരുന്നുവെങ്കിൽ അവയുടെ കോപം കാണിച്ചുകൊണ്ടേ ഇരുന്നേനെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചതാണ് അതിനുള്ള കാരണം. നമുക്ക് പർവ്വതങ്ങൾ മനുഷ്യരുടെ തിന്മകളിൽ, മനുഷ്യരുടെ പാപങ്ങളിൽ, അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള ധാർഷ്ട്യത്തിലും ധിക്കാരത്തിലും അവർ കോപിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള തെറ്റായ സമീപനങ്ങളിൽ, ആദം മക്കൾ ചെയ്യുന്ന തെറ്റുകളിൽ പർവ്വതങ്ങൾ പോലും അവർ കോപിക്കുന്നു എന്നാണ്. നമുക്ക് പർവ്വതങ്ങളെ അള്ളാഹു ഭൂമിയിൽ സ്ഥാപിച്ചതിനുള്ള ഹിക്മത്തും വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മലകൾ, പർവ്വതങ്ങൾ, ഇതൊക്കെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചത്? അതിന് ഹിക്മത്തുണ്ട്. അവയൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി കാണിക്കുകയും നമ്മുടെ ഈമാനിനെ അള്ളാഹു തിരിച്ചു വിളിക്കുകയും അവരിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ വരച്ചു കാട്ടുന്നുണ്ട്. അതോടൊപ്പം പർവ്വതങ്ങളെ അള്ളാഹു തആല ആണികളാക്കി എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരാമർശിക്കുന്നത് കാണാം. സൂറത്ത് നബയിൽ അള്ളാഹു തആല പറഞ്ഞു, അലം നജ്അലിൽ അർദ മിഹാദാ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ, വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ നാം ആണികളാക്കിയില്ലേ എന്നാണ്. പർവ്വതങ്ങളെ ആണികളാക്കിയെന്ന് കാരണം പർവ്വതങ്ങളെ അല്ലാഹു തആല ഈ ഭൂമിയിൽ ഉറച്ച രൂപത്തിൽ സ്ഥാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജീവജാലങ്ങൾക്ക് വസിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഭൂമി അവരെയും കൊണ്ട് ഇളകിപ്പോകും, അവയ്ക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഭൂമിയുടെ അടിഭാഗം പുറത്തേക്കും പുറംഭാഗം അകത്തേക്കും മാറുന്ന, ഭൂമിക്ക് ഇളക്കവും കുലുക്കവും സംഭവിക്കുന്ന രൂപത്തിലേക്ക് ഭൂമി പരിവർത്തിക്കപ്പെടുമായിരുന്നു. പക്ഷെ അതുണ്ടാകാതിരിക്കാൻ അല്ലാഹു തആല പർവ്വതങ്ങളെ സ്ഥാപിച്ചു, ആണികളാക്കിയെന്നാണ്. നമുക്കറിയാം, ആണി അടിക്കുന്നത് എന്തിനാണ്? രണ്ട് കാര്യങ്ങൾ പരസ്പരം ചേർത്ത് വെച്ച് അത് ഇളകാതിരിക്കുവാൻ, അത് ഉലയാതിരിക്കുവാനാണ് ആണി അടിക്കുന്നത്. അല്ലാഹു തആല പർവ്വതങ്ങളെ പറഞ്ഞു വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കി എന്നാണ്. അപ്പോൾ മനുഷ്യരെ കൊണ്ട് ഇളകാതിരിക്കുവാൻ, അതും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വജഅൽനാ ഫിൽ അർദി റവാസിയ അൻ തബീദ ബിഹിം, ഈ ഭൂമിയിൽ ഉറച്ച പർവ്വതങ്ങളെ നാം സ്ഥാപിച്ചിരിക്കുന്നു മനുഷ്യരെ കൊണ്ട് അത് ഇളകി പോകാതിരിക്കാൻ, അഥവാ അവർക്ക് ജീവിക്കാൻ ഉതകാത്ത രൂപത്തിൽ ഭൂമി ആയിപ്പോകുമെന്നതിനാൽ പർവ്വതങ്ങളിലൂടെ അത് സംരക്ഷിക്കപ്പെടുന്നു. പർവ്വതങ്ങളുടെ പ്രകൃതിപരമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യർക്ക് പിന്നെ അവർക്ക് ഇവിടെ ജീവിക്കുവാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാകണമെങ്കിൽ പർവ്വതങ്ങളുടെ നിലനിൽപ്പ്, മലകളുടെ നിലനിൽപ്പ്, സംരക്ഷണം ആവശ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. എന്നല്ല, മഴമേഘങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിലും പർവ്വതങ്ങളുടെ പങ്കുണ്ടല്ലോ. ഈ ബാഷ്പീകരിക്കപ്പെടുന്ന ജലഗണങ്ങളുള്ള, അത് ജലഗണങ്ങളുമായി വഹിച്ചുകൊണ്ട് കാറ്റുകൾ സഞ്ചരിക്കുമ്പോൾ അത് മലയിടുക്കുകളിൽ തങ്ങുകയും അത് മഴമേഘമായി മാറുകയും മനുഷ്യർക്ക് ഉപയോഗമുള്ള മഴ വർഷിക്കപ്പെടുകയും ചെയ്യുന്നത് അതിലൂടെയാണ്. ഈ പർവ്വതങ്ങളുടെ, മലകളുടെ നിലനിൽപ്പിലൂടെയാണ്. വെള്ളമാണ് മനുഷ്യരുടെ എന്നല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പിന്റെ ഒരു അടിസ്ഥാനം തന്നെ വെള്ളമാണല്ലോ. വെള്ളം ലഭിക്കുന്നതിന്, മഴ ഉത്പാദിപ്പിക്കപ്പെടുന്നതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെയും നിമിത്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം ദൃഷ്ടാന്തങ്ങൾ, അനേകം ചുമതലകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വരച്ചു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അന്ത്യനാളാകുമ്പോൾ ഈ പർവ്വതങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല അവ ഉണ്ടാവുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരുപാട് ദുരന്തങ്ങളും പരീക്ഷണങ്ങളും കാണുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അന്ത്യനാളിൽ പർവ്വതങ്ങൾക്കും ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഇതൊക്കെ ഒരു ദൃഷ്ടാന്തങ്ങളായി കൂടി നമ്മൾ കാണണം. അതിലൂടെ നമ്മുടെ ഈമാൻ പരിവർത്തിക്കപ്പെടണം. അല്ലാഹു തആല പറഞ്ഞു, അന്ത്യനാളാകുമ്പോൾ സംഭവിക്കുന്ന പർവ്വതങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, അന്ത്യനാളാകുമ്പോൾ പർവ്വതത്തെ നിനക്ക് കാണാം, അത് ഉറച്ചു നിൽക്കുന്നതായി തോന്നും.
എന്നാൽ വഹിയ തമറു മറ സഹാബ്, അത് മേഘങ്ങൾ ഒഴുകുന്നത് പോലെ പർവ്വതങ്ങൾ പിഴുതെറിയപ്പെടുകയും അതിങ്ങനെ ഈ ശൂന്യതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഭീമാകാരമായ പർവ്വതങ്ങൾ അത് ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ട് അവ വായുവിലൂടെ മേഘങ്ങൾ ഒഴുകുന്നത് പോലെ ഒഴുകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എല്ലാത്തിനും കഴിവുറ്റ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വഹിയ തമറു മറ സഹാബ്, അത് മേഘങ്ങൾ ഒഴുകുന്നത് പോലെ ഒഴുകും. ഇത് അല്ലാഹുവിന്റെ ചെയ്തിയിൽപ്പെട്ടതാണ്. എല്ലാത്തിനെയും കൃത്യമായി സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹുവിന്റെ നടപടികളിൽപ്പെട്ടതാണ് ഇതും. ഇന്നഹു ഖബീറും ബിമാ തഫഅലൂൻ. അതുകൊണ്ട് അടിമകളെ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സൂറത്ത് ത്വാഹയിൽ നമുക്ക് കാണാം, അല്ലാഹു തആല ആ പർവ്വതങ്ങളെ, പിഴുതെറിയപ്പെട്ട പർവ്വതങ്ങളെ ശേഷം പൊടിച്ചു കളയും, അവയെ വെണ്ണീറാക്കുമെന്ന് സൂറത്തുൽ വാഖിഅയിലും പറയുന്നുണ്ട്. വയസ്സലൂനക അനിൽ ജിബാൽ, അവർ മലകളെയും പർവ്വതങ്ങളെയും കുറിച്ച് ചോദിക്കുന്നു. ഫഖുൽ, നബിയെ പറഞ്ഞേക്കുക, ഫയൻസിഫുഹാ റബ്ബി നസ്ഫ, അതിനെ എൻ്റെ റബ്ബ് പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്. ഫയദറുഹാ ഖാഅൻ സഫ്സഫ, അങ്ങനെ ആ ഭൂമിയെ ഒരു സമനിരപ്പായി, ഒരു മൈതാനമായി, പ്രതലമാക്കി അല്ലാഹു മാറ്റുന്നതാണ്. എന്തിനാണ്? അടിമകളെ മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ, അവരെ വിചാരണ ചെയ്യുവാൻ. ഇവിടെ പർവ്വതങ്ങളില്ലാതെ, ജലസാന്നിധ്യമില്ലാതെ, സമുദ്രങ്ങളില്ലാതെ, വൃക്ഷങ്ങളില്ലാതെ, കെട്ടിടങ്ങളില്ലാതെ, പാർപ്പിടങ്ങളില്ലാതെ ഒരു സമനിരപ്പായി ഭൂമിയെ പിന്നെ തകർത്ത് അത് നിരപ്പാക്കി മാറ്റുകയും എല്ലാ മനുഷ്യരെയും ആദം നബി മുതൽ അവസാനം വരെയുള്ള മനുഷ്യരെ ഇവിടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു ഹിസാബ് ചെയ്യുന്നതിന് വേണ്ടി, ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഭൂമിയെ നിരപ്പാക്കി തീർക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ലാ തറാ ഫീഹാ ഇവജ വലാ അംത. അങ്ങനെ പർവ്വതങ്ങൾക്ക് എറിയപ്പെട്ടത് പൊടിയാക്കപ്പെട്ടാൽ ഭൂമിയിൽ ഒരു കുഴിയോ ഒരു ഗർത്തമോ ഒരു മലയോ ഒന്നും കാണാൻ നമുക്ക് കഴിയുകയില്ല, സാധ്യമല്ല. അത് നിരപ്പായിരിക്കും എന്ന് അല്ലാഹു തആല പറയുന്നു. അതുപോലെ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു, വബുസ്സത്തിൽ ജിബാലു ബസ്സ, ഭൂമി പർവ്വതം അത് പൊടിയാക്കപ്പെട്ടാൽ ഫകാനത് ഹബഅൻ മുൻബസ്സ, അത് വെണ്ണീർ പോലെ, കാറ്റിൽ പറത്തപ്പെട്ട ധൂളികൾ പോലെ അതായിത്തീരുന്നതാണ് പർവ്വതങ്ങൾ. അതുപോലെ തന്നെ എന്ന് സൂറത്തുൽ ഖാരിഅയിൽ നമുക്ക് കാണാം. അല്ലാഹു തആല അത് കടഞ്ഞെടുത്ത രോമങ്ങൾ പോലെ, കമ്പിളി രോമങ്ങൾ പോലെ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് കമ്പിളി എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്പിളി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെടികളുണ്ട്. അവ പാകമായി കഴിഞ്ഞാൽ അതിശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ അവയിൽ നിന്ന് അടർന്ന് ശക്തിയില്ലാതെ അല്പാൽപമായി അത് പൊടിഞ്ഞു പോകുന്നത് പോലെ പർവ്വതങ്ങൾ അവിടെ തൽസ്ഥാനത്ത് നിന്ന് ഇളകി അത് പറന്ന് അവ നാമാവശേഷമായി തീരും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാകാം? നമ്മെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ച് അല്ലാഹുവിന്റെ മഹത്തായ ഖുദ്റത്ത് മനസ്സിലാക്കി അവന് കീഴൊതുങ്ങുന്നതിനും അവന് അനുസരണയുള്ളവനാകുന്നതിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ദൃഷ്ടാന്തങ്ങൾ, പ്രത്യേകിച്ച് പർവ്വതങ്ങളെ, മലകളെ 40-ലധികം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചെങ്കിൽ അത് നിസ്സാരപ്പെട്ട ഒരു സൃഷ്ടിയല്ല. അല്ലാഹു തആല നമ്മെ അവന്റെ വിശുദ്ധ കലാമിൽ, വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ രൂപത്തിൽ വ്യത്യസ്തമായ അവയുടെ ചുമതലകൾ, അവയുടെ പ്രകൃതം, അവയുടെ വിശേഷണങ്ങൾ, അന്ത്യനാളിൽ അവയ്ക്കുണ്ടാകുന്ന പരിവർത്തനങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ വലിയ ഗുണപാഠം, ദൃഷ്ടാന്തം നമുക്കുണ്ട്. അല്ലാഹുവിന്റെ ആയാത്തുകളിൽ ചിന്തിക്കുവാനും അതിൽ ഈമാൻ കൊള്ളുവാനും അല്ലാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കി അവനെ വിധേയപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ യഥാവിധം കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരാവർത്തി കൂടി ഞാനെന്ന പോലെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരന്തം, ഒരു പരീക്ഷണം നമ്മുടെ നാട്ടിൽ ബാധിച്ചിരുന്നു. അതിൽ വിശ്വാസികളായ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ധാരാളം ആളുകളും അതിലുണ്ട്. എന്തായാലും അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണം, വിപത്തിറങ്ങിയാൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ മുന്നറിയിപ്പാണല്ലോ. അതിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുണ്ടാകാം, സത്യവിശ്വാസികളുണ്ടാകാം, അവിശ്വാസികളും ഉണ്ടാകാം. ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണെങ്കിലും ഒരു വ്യക്തി എങ്ങനെ മരണപ്പെടുന്നു, അവൻ്റെ ആഖിബത്ത് അത് ഈമാനിലും തഖ്വയിലുമായിട്ടാണെങ്കിൽ ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും അതവന്
ശുഭവാർത്തയാണ്, സന്തോഷമാണ്. അവന് ഇനിയുള്ള ജീവിതം രക്ഷയാണ്. 100-110 വയസ്സ് ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് കിടക്കയിൽ കിടന്ന് മക്കളെ കണ്ട് ബന്ധുക്കളെ കണ്ട് കണ്ടറിഞ്ഞാലും അവൻ കുഫറിലായിട്ട് മരിച്ചാൽ അവന് വരാനിരിക്കുന്നത് അദാബാണ്. അവനെ കാത്തിരിക്കുന്നത് അഗ്നി കൊണ്ടുള്ള ശിക്ഷയാണ്. അതേസമയം ഒരാൾ ഈമാനിലും തഖ്വയിലുമായി അല്ലാഹുവിനെ ഭയപ്പെട്ട് അവന്റെ ശരീരങ്ങൾ ചിന്നിച്ചിതറി മരണപ്പെട്ടാലും ഒന്നും ബാക്കിയാകാതെ വെന്തിരിഞ്ഞു പോയാലും അവൻ അല്ലാഹുവിന്റെ നഈമിലേക്ക്, സുഖാനുഭൂതിയിലേക്ക് അവൻ മാറും. ഇതാണല്ലോ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനം. അവൻ ഏത് കോലത്തിൽ മരണപ്പെടുന്നു എന്നത് ബാഹ്യമായല്ല വിലയിരുത്തേണ്ടത്, മറിച്ച് അവന്റെ വിശ്വാസവും കർമ്മവും അല്ലാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ ഏത് രൂപത്തിലായാലും എവിടെ വെച്ച് മരണപ്പെട്ടാലും അതവന് ഗുണം തന്നെയാണ്. എങ്കിലും ചില സംഗതികൾ, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലാണ്. ചിലർക്കത് പരീക്ഷണമായിട്ട്, ചിലർക്ക് അദാബായിട്ട് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാറുണ്ട്. പർവ്വതങ്ങളെ തുരന്ന് വീടുണ്ടാക്കി അതിശക്തന്മാരായ സമൂദ് ഗോത്രം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോര ശബ്ദത്തിലൂടെ നശിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ ഘോര ശബ്ദം പിടികൂടിയിട്ടുണ്ട്. ആദ് സമുദായത്തെ, ഹൂദ് നബി നിയുക്തനായ ആദ് സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 പകലും 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന തുടരെ അടിച്ചു വീശിയ കാറ്റുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സമുദായങ്ങളെ ശിക്ഷിച്ചതായി പറയുന്നു. എന്നാൽ ഈ ഉമ്മത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അറിയിപ്പാണ്. എങ്കിലും പല സ്ഥലങ്ങളിലായി, സന്ദർഭങ്ങളിലായി അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ, ശിക്ഷകൾ വരാം. ഇത് നമുക്കൊരു ഉണർത്തലാണ്. ചിലയിടത്തുണ്ടാകുന്നു ശിക്ഷയുണ്ടാകുന്നു, അല്ലെങ്കിൽ പരീക്ഷണം ഉണ്ടാകുന്നു, ചിലയിടത്ത് ഉണ്ടാകുന്നില്ല. എങ്കിൽ ആ പരീക്ഷണം ഉണ്ടാകാത്ത സ്ഥലത്തെ ആൾക്കാർ എല്ലാവരും തഖ്വയും ഭക്തിയും ഉള്ളവർ എന്ന് വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഓരോ അജൽ, അവധി വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം സേഫ് സോൺ എന്നൊന്നത് ഇല്ല. ആരും സുരക്ഷിതരല്ല, ഒരു സ്ഥലവും സുരക്ഷിതരല്ല. നമ്മുടെ താഴെ ഭൂമിയാണ്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ. ആകാശത്തിലുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അവൻ താഴ്ഭാഗത്ത് നിങ്ങൾ ഭൂമിയിലേക്ക് പിന്നെ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് സഹോദരങ്ങൾ, നമ്മുടെ മുകളിലുള്ളത് ആകാശമാണ്. ഉപരിയിൽ നിന്ന് ചരൽമഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ആരും സേഫ് സോണിലല്ല. നമുക്ക് ഇപ്പുറത്ത് സമുദ്രമാണ്, അപ്പുറത്ത് കാറ്റ് വരാം, ഒരു ഭാഗത്തു നിന്ന് മഴ വരാം, ഒരു ഭാഗത്തു നിന്ന് പ്രളയം ഉണ്ടാകാം. സേഫ് സോൺ എവിടെയാണ് ദുനിയാവിൽ? ആരാണ് സുരക്ഷിതർ? നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപങ്ങൾ വെടിയുക, അല്ലാഹുവിലേക്ക് മടങ്ങുക, അതാണ് സുരക്ഷിതത്വം. പരിപൂർണമായ ആ അമ്ന്, നിർഭയത്വം ഈമാനിലും തഖ്വയിലുമാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ്, ശിർക്ക്, കുഫർ പോലെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ ഉലൈക ലഹുമുൽ അംൻ. അവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ. അവനാണ് നേർമാർഗം പ്രാപിക്കുന്നവർ. അമ്ന് ആർക്ക് മാത്രമെന്നാണ് അല്ലാഹു പറഞ്ഞത്? വിശ്വാസവും വിശ്വാസത്തിൽ ദുൽമ കലർത്താത്തവർ. അതുകൊണ്ട് ഈമാൻ പരിശോധിക്കണം. നമ്മൾ ഈമാൻ നഷ്ടപ്പെടാതെ നിലനിർത്തണം. ഈമാൻ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇല്ലെങ്കിൽ ഈമാൻ കൈവിട്ടു പോകും. സൽക്കർമ്മങ്ങളില്ലെങ്കിൽ, തിന്മകളെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ കൈവിട്ടു പോകും. അത് നിലനിൽക്കാൻ തിന്മ വെടിയുക, നന്മകൾ ചെയ്യുക അത്യാവശ്യമാണ്. നമ്മളെല്ലാം വിശ്വാസിയാണല്ലോ, മുസ്ലിമാണല്ലോ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, പരലോകമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ തിന്മകൾ ഒഴിവാക്കിയില്ലെങ്കിൽ, നന്മകളിൽ നമ്മൾ മുന്നേറിയില്ലെങ്കിൽ ആ ഈമാൻ നമ്മിൽ നിന്ന് ചോർന്നു പോകും. ആ ഈമാനിന് ബലക്ഷയം നേരിടും. അതുകൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം നന്മയിൽ അധിഷ്ഠിതമായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. എന്തൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഫബിമാ കസബത് ഐദീകും,
അത് നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് കാരണത്താൽ തന്നെയാണ്. അല്ലാഹു തആല പറയുന്നു വയഅഫു അൻ കസീർ. എന്നാൽ ധാരാളം കാര്യങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകുകയും ചെയ്യുന്നു. എല്ലാത്തിനും പിടികൂടിയിരുന്നെങ്കിലോ അതും അല്ലാഹു തആല പറയുന്നുണ്ട്. സൂറത്തുൽ നഹ്ൽ 61 കാണാം, വലൗ യുആഖിബുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം. ജനങ്ങളുടെ അക്രമങ്ങളുടെ പേരിൽ, അവരുടെ തിന്മകളുടെ പേരിൽ അല്ലാഹു അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ മാ തറക അലൈഹ മിൻ ദാബ്ബ, ഈ ഭൂമിയുടെ ഉപരിയിൽ ഒരൊറ്റ ജന്തുവിനെയും അല്ലാഹു വിട്ടേക്കുമായിരുന്നില്ല. മനുഷ്യ മക്കൾ ചെയ്യുന്ന തിന്മയുടെ പേരിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയാൽ കന്നുകാലികളും ജീവജാലങ്ങളും മറ്റു ജീവികളും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റത്തിൽ ഏർപ്പെടാത്ത ജീവികൾ പോലും ആ അദാബിൽപ്പെട്ട് നശിച്ചു പോകുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. പക്ഷെ അല്ലാഹു അങ്ങനെ ചെയ്യുന്നില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ. മനുഷ്യർക്ക് അല്ലാഹു തആല ഒരു അവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സബർ എത്രയാണ്, അള്ളാഹുവിന്റെ ക്ഷമ എത്രയാണ്, അള്ളാഹുവിന്റെ ഹിൽമ വിവേകം എത്രയാണ്. അള്ളാഹു അടിമകൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുന്നു. എങ്കിലും ഇടയ്ക്ക് ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു, പശ്ചാത്തലിച്ച് മടങ്ങാൻ, തെറ്റുകളിൽ നിന്ന് മുക്തമാകാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളിൽ നിന്നും വിടവാങ്ങുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീന ഒന്ന് കുലുങ്ങി. മദീനയിൽ ഭൂകമ്പത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഉപദേശിച്ചു, മദീനക്കാരെ, ഇത് നിങ്ങൾ ചെയ്തത് കാരണത്താലാണ്, നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് നിമിത്തമാണ്, പാപങ്ങളാണ് ഇതിന് കാരണം. ഇനി ഇത് ആവർത്തിക്കപ്പെട്ടാൽ ഞാൻ ഇവിടെ നിൽക്കുകയില്ല, അള്ളാഹുവിന്റെ ശിക്ഷ പെടുന്നതിൽ ഞാൻ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. സലഫുകൾ, മുൻഗാമികൾ എന്ത് ദുരന്തം വന്നാലും അവർ സ്വന്തത്തെയാണ് സംശയിച്ചിരുന്നത്. എന്ത് പരീക്ഷണം വന്നാലും നമ്മുടെയൊക്കെ പ്രശ്നം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗബ ചെയ്യാൻ നമുക്ക് അവസരമേകുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ ഒരു ദുരന്തത്തിൽ നമ്മുടെ സമൂഹം പെട്ടു. അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ബാധിച്ച ഒരു വിപത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ഒന്ന് നന്നായി നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ ആളുകൾ, മുസ്ലിങ്ങൾ, അവർക്ക് വേണ്ടി പ്രത്യേകം മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക്, അവരുടെ വിശ്വാസികൾക്ക് അള്ളാഹു ഷഹാദത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രക്തസാക്ഷികളുടെ ദർജ അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. ആ ദുരിതത്തിൽ അകപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അവരുടെ വേദനകൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഇനിയും ഉൾപ്പെടാതെ അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് നല്ല രൂപത്തിൽ ആഫിയത്തോടു കൂടി മരണം വരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ദുരിതം ബാധിക്കുമ്പോൾ അതിനെ സഹായിക്കുക, അവരെ പരിഗണിക്കുക എന്നത് നമ്മുടെ എല്ലാം സാമൂഹികമായ കൂട്ടുത്തരവാദിത്തമാണല്ലോ. അപ്പോൾ പല മതസ്ഥരുണ്ടാകും, പലതരം ആളുകളും ഉണ്ടാകും. എന്നാൽ ഇതൊരു സാമൂഹിക സേവനം എന്ന നിലയിൽ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഒരു സഹായഹസ്തം ചെയ്യുന്നത് പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഒരു റിലീഫ് ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മളും അതിനുവേണ്ടി ഉത്തരവാദിത്തത്തോടുകൂടി, എല്ലാവരും ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കണം എന്നില്ല. കൂടുതൽ വിശ്വസ്തരായ അർഹതപ്പെട്ട ആളുകളിലേക്ക് പരിഗണനയോടെ നിർവഹിക്കുമെന്ന് ബോധ്യമുള്ള കൂട്ടായ്മകൾക്ക് നമ്മൾ നമ്മുടെ ഫണ്ട് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള, അവരെ പിന്നെ ഇനി ബാക്കിയുള്ള ആളുകൾക്ക്, പ്രയാസപ്പെടുന്നവർക്ക് പുനരധിവസിപ്പിക്കുവാൻ, അവരുടെ റിസ്ക് നമുക്ക് മെച്ചപ്പെടുത്തി കൊടുക്കുവാൻ, അവരെ മാറ്റിപ്പാർപ്പിക്കുവാനൊക്കെ ചെലവ് ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു ഫണ്ട് അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടി അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കും. അത് നമുക്ക് ഗൂഗിൾ പേ അങ്ങനെ സംവിധാനങ്ങളിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് QR കോഡ് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി നടത്താം. അതല്ല, ക്യാഷ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയായാലും ഇതിലൊന്ന് നമ്മൾ പങ്കുകൊള്ളുക. നാളെ നമുക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളും സുരക്ഷിതരല്ലല്ലോ. നമ്മുടെ മുകളിൽ ആകാശമാണ്, താഴെ ഭൂമിയാണ്. നമ്മുടെ ചുറ്റും പരീക്ഷണങ്ങൾ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ദൃഷ്ടാന്തം ഉൾക്കൊള്ളുക. ഇത്തരം ദുരിതങ്ങളിൽ നമ്മളും ഭാഗവാക്കാവുക, പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.